നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ വിഷുഫലം പറയുന്നത് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് ഈ ഒരു വർഷത്തെ വിഷുഫലം പറയുന്നത്. അപ്പൊ അതില് വിശാഖ നക്ഷത്രത്തിന്റെ കാൽഭാഗവും പിന്നെ അനിഴവും തൃക്കേട്ടയും കൂടുന്നതാണ് വൃശ്ചികക്കൂറ്. അപ്പൊ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞൊരു വർഷക്കാലമായിട്ട് വളരെ ഗുണങ്ങൾ ദോഷങ്ങൾ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമായിരുന്നു. അതില് ദോഷാധിക്യമാണ് കൂടുതൽ വന്നിരുന്നത്. പക്ഷെ ഈ ഒരു വർഷം അങ്ങനെയല്ല, അവർക്ക് ഏറ്റവും നല്ലൊരു ഫലമാണ്, ഒരു നല്ല ഗുണങ്ങളോട് കൂടിയ ഒരു വർഷമാണ് ഈ ഒരു വിഷുഫലം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൂറിൽപ്പെടുന്ന ഈ നക്ഷത്രക്കാര് വളരെയധികം ശ്രദ്ധിക്കുക. മുന്നോട്ട് പോകാനായിട്ട് വ്യാഴമൊക്കെ നമുക്ക് കർക്കിടക രാശിയിലേക്കൊക്കെ വരുന്നൊരു സമയമാണ്. അത് 9ാം ഭാവത്തിലാണ്. അപ്പോൾ 9ാം ഭാവത്തിൽ വരുമ്പോൾ നമ്മുടെ ഉപാസനാമൂർത്തികളെയൊക്കെ വളരെ നന്നായിട്ട് ഉപാസന ഏറ്റെടുക്കാം. നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ അധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. എന്നുവെച്ചാൽ 2ാം ഭാവാധിപതി 9ലാണ് പോയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്കുകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഈശ്വര അഭിമുഖമായിട്ട് സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. തീർത്ഥയാത്രകളൊക്കെ നന്നായിട്ട് പോകാൻ പറ്റും. അപ്പോ അതെന്താന്ന് മനസ്സിലാക്കുക. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിന്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും അതിലൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ വൃശ്ചികക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം ഏറ്റവും നല്ല സമയമാണ്. പുതിയ വീട് വെക്കുന്നതിനും വാഹനാദികൾ വാങ്ങുന്നതിനും അല്ലെങ്കിൽ സ്ഥല സംബന്ധമായ കാര്യങ്ങളും ഇതിനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നതല്ല, കർമ്മത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ 5ല് ശനീശ്വരനും 9ലൊക്കെ വ്യാഴവും വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിളിച്ച വെളിപ്പുറത്താണ് നമ്മുടെ ദേവതകൾ വരിക. അപ്പൊ ഉപാസനയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ആ ഉപാസന എന്താണെന്ന്, ഏത് മൂർത്തിയാണ് നിങ്ങൾ ഉപാസിക്കുന്നതിന് കൂടുതൽ നമ്മൾ ജപം കൂട്ടുക, നമ്മുടെ ജപസംഖ്യ ഇത്തിരി കൂടി നന്നായിട്ടാക്കുക, ലക്ഷങ്ങൾ കൂട്ടുക. അപ്പൊ അവരുടെയൊക്കെ അനുഗ്രഹഫലം നമുക്ക് കൂടുതലായിട്ട് വരും. അപ്പൊ വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ പെട്ടെന്ന് ഞാൻ വേണ്ട എന്നൊക്കെയുണ്ട, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുകൂലാവസ്ഥ വരും, നിങ്ങൾക്ക് പോകാനുള്ള ഒരു സാഹചര്യം അവിടെ അനുകൂലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വൃശ്ചിക രാശിക്കൂറ്, അതേപോലെ ഈ ചൊവ്വ, അതിന്റെ രാശിയാധിപനായിരിക്കുന്ന ചൊവ്വ അഗ്നിമാരുത യോഗം കൊടുത്തിട്ടൊക്കെ ഒരു വർഷം നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ശക്തനായിട്ടുള്ള ശനിയും പിന്നെ വ്യാഴവും നിങ്ങൾക്ക് കൂടെയുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോരാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ എപ്പോഴും നമ്മള് ചൊവ്വയ്ക്ക്, അതായത് ചൊവ്വാ ക്ഷേത്രത്തിൽ പോവാൻ, ദേവീ ക്ഷേത്രത്തിൽ ഭദ്രകാളി സ്വരൂപിണിയോ അല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിലോ പോയിട്ട് നമ്മൾ അർച്ചന ചെയ്യുക. ഇതിന് അർച്ചന ചെയ്യാനോ ക്ഷേത്രത്തിൽ പോകാനോ പറ്റാത്തവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ദുർഗ എന്ന് പറഞ്ഞിട്ട് ജപിക്കുക. എന്നുവെച്ചാൽ അഗ്നിമാരുത യോഗം നടക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ആ ദോഷങ്ങളൊന്നും വരില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ദുർഗ എന്ന് പറഞ്ഞിട്ട് ജപിക്കുക. അതിനിപ്പോ ഒരു ഗുരുനാഥന്റെ ഒരു ഉപദേശമൊന്നും അതിന്റെ ആവശ്യമില്ല. അപ്പൊ പുതിയ നല്ല ഗുരുനാഥനെ നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയുണ്ട് ഈ ഒരു വർഷം. അപ്പൊ ദുർഗ എന്ന് ജപിക്കുന്നതോടുകൂടി ദുർഗതികളെ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വഴി കിട്ടുകയും നമുക്ക് മുടങ്ങിക്കിടക്കുന്ന എല്ലാ സംരംഭങ്ങളും നമുക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നമ്മൾ ഏറ്റവും നല്ലൊരു രൂപത്തിൽ ഈ ഒരു വർഷത്തെ കണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വൃശ്ചികക്കൂറുകാർക്ക് ഏറ്റവും നല്ല ശോഭന ഫലമാണ് വരുന്നത്. അപ്പൊ നമ്മുടെ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കാം. എന്ന് വെച്ചാൽ ജോലിയാണ് നമ്മുടെ ഏറ്റവും വലുത്. അപ്പൊ ആ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ ഉപാസനാമൂർത്തികളെ ഇത്തിരി കൂടി പ്രോഷിപ്പിക്കുക. ഉപാസനയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും ദുർഗ എന്നൊക്കെ പറഞ്ഞ് എന്നും ജപിക്കുക. അതിനിപ്പോ ഒരു ദേവതേനോ അല്ലെങ്കിൽ ഒരാളുടെ അനുഗ്രഹമോ ഒന്നും വേണ്ട. ദുർഗതികളെ മാറാൻ ദേവി മാഹാത്മ്യത്തില് പറയുന്നത്, ദേവി തന്നെ പറയുന്നതാണ്, എന്നെ വിളിച്ചാൽ ദുർഗതികൾ മാറുന്നു. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു ഫലമാണ് വൃശ്ചികക്കൂറുകാർക്ക് വരുന്നത്.